ലോഗോസ് ക്വിസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലെ 25 ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം. ചോദ്യം 1. യേശു 12 പേരെയും വിളിച്ച് ആരുടെ മേലാണ് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? ഉത്തരം: സകല പിശാചുക്കളുടെയും മേൽ. ചോദ്യം 2. യാത്രയ്ക്ക് എടുക്കരുതാത്തത് എന്താണ്? ഉത്തരം: വടിയോ സഞ്ചിയോ അപ്പമോ പണമോ. 2. ഉടുപ്പും ഉണ്ടായിരിക്കരുത്. ചോദ്യം 3. യേശു ഏതു പട്ടണത്തിലേക്കാണ് അപ്പസ്തോലന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: ബെത്സയിദ. ചോദ്യം 4. അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ച് സംസാരിച്ചത് ആര്? ഉത്തരം: മോശയും ഏലിയായും. ചോദ്യം 5. കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് എവിടേക്കാണ് അയച്ചത്? ഉത്തരം: താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും. ചോദ്യം 6. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പറയേണ്ടത് എന്ത്? ഉത്തരം: ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന്. ചോദ്യം 7. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് എന്തിലാണ് സന്തോഷിക്കേണ്ടത്? ഉത്തരം: നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. ചോദ്യം 8. നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. ആര്? ഉത്തരം: അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും. ചോദ്യം 9. പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരുന്നത് ആര്? ഉത്തരം: മർത്ത. ചോദ്യം 10. കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ശിഷ്യന്മാരിലൊരുവൻ. ചോദ്യം 11. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായി നൽകുന്നത് എന്ത്? ഉത്തരം: പരിശുദ്ധാത്മാവിനെ. ചോദ്യം 13. ചോദ്യം 12. സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം: വേറെ ചിലർ. ചോദ്യം 13. ആരാണ് ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. ചോദ്യം 14. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ ദക്ഷിണദേശത്തെ രാജ്ഞി എവിടെ നിന്നാണ് വന്നത്? ഉത്തരം: ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന്. ചോദ്യം 14. സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്ന ഫരിസേയർ എന്തുപോലെയാണ്? ഉത്തരം: കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെ. ചോദ്യം 15. ആരുടെ കാപഢ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളാനാണ് പറഞ്ഞത്? ഉത്തരം: ഫരിസേയരുടെ. ചോദ്യം 16. മനുഷ്യരുടെ മുമ്പിൽ ആരെ ഏറ്റുപറയുന്ന ഏതൊരുവനെയുമാണ് മനുഷ്യപുത്രനും ഏറ്റുപറയുക? ഉത്തരം: യേശുവിനെ. ചോദ്യം 17. ആകുലരാകുന്നതുകൊണ്ട് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും എന്ന് ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: ആയുസ്സിൻ്റെ ദൈർഘ്യം. ചോദ്യം 18. സ്വർഗത്തിൽ സംഭരിച്ചു വെക്കേണ്ടത് എന്ത്? ഉത്തരം: ഒടുങ്ങാത്ത നിക്ഷേപം. ചോദ്യം 19. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേരാണ് ഒരു വീട്ടിലുണ്ടായിരിക്കുക? ഉത്തരം: 5 പേർ. ചോദ്യം 20. കൂനുള്ള സ്ത്രീ രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാതിരുന്നത് എത്ര വർഷമായിട്ടാണ്? ഉത്തരം:
18 വർഷം. ചോദ്യം 21. ദൈവരാജ്യം എന്തിനോടാണ് സദൃശ്യമായിട്ടുള്ളത്? ഉത്തരം: ഒരുവൻ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക്. സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചത് ആരോടാണ്? ഉത്തരം: നിയമജ്ഞരോടും ഫരിസേയരോടും. ചോദ്യം 22. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും സാധ്യമാവുകയില്ലാത്തത് എന്ത്? ഉത്തരം: യേശുവിൻ്റെ ശിഷ്യനാവുക എന്നത്. ചോദ്യം 23. ആരെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്? ഉത്തരം: അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. ചോദ്യം 24. കൗശലപൂർവം പ്രവർത്തിച്ചതിന് ആരെയാണ് യജമാനൻ പ്രശംസിച്ചത്? ഉത്തരം: നീതിരഹിതനായ കാര്യസ്ഥനെ. ചോദ്യം 25. ഒന്നിച്ച് സേവിക്കാൻ കഴിയാത്തത് ആരെ? ഉത്തരം: ദൈവത്തെയും ധനത്തെയും. വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.